കർത്താവെ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? കർത്താവെ, വിശുദ്ധിയാൽ മഹത്വപൂർണ്ണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അങ്ങ് വലതുകൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു. ഇത് കേട്ട ജനതകൾ ഭയന്നു വിറച്ചു. ഫിലിസ്ത്യർ ആകുലരായി. ഏതോ പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി. മോവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു. കാനാൻ നിവാസികൾ മൃതപ്രായരായി. അങ്ങയുടെ ജനം കടന്നു പോകുന്നതുവരെ, കർത്താവെ, അങ്ങേ വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നതുവരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു. അങ്ങയുടെ ജനത്തിന്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മനയിൽ അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. Yeah.
പരിശുദ്ധരുടെ മധ്യസ്ഥതയായി നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കർത്താവ് ഉത്തരം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നമുക്കൊരു പ്രത്യേക കടമയുണ്ട്. നമ്മുടെ ഈ രാജ്യത്തിലും ഈ രാജ്യത്തിലെ അധികാരികൾക്കും ഗവൺമെൻറ്റിനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് നമുക്ക് രാജാക്കന്മാർക്കും അധികാരികൾക്കും എല്ലാം വേണ്ടി എന്നും പ്രാർത്ഥിക്കണം. സമാധാനമായിട്ട് ദേശത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ, ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കാനായിട്ടാണ് സമാധാനത്തോടെ ഈ ദേശത്ത് ജീവിച്ചുകൊണ്ട് കർത്താവിനെ ബന്ധപ്പെട്ടാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധമ്മയുടെ സ്വർഗാരോഹണം ആഘോഷിക്കുമ്പോൾ നമുക്ക് സ്വർഗാരോഹണത്തെ പറ്റിയൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. എന്താണ് പരിശുദ്ധമ്മയുടെ സ്വർഗാരോഹണം കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് നമുക്കെല്ലാവർക്കും പക്ഷെ അറിയാമായിരിക്കും. 1950 നവംബർ 1-ാം തീയതിയാണ് ഇതൊരു വിശ്വാസ സത്യമായിട്ട് അന്നത്തെ പരിശുദ്ധ പിതാവ് പയസ് ഈ വിശ്വാസ സത്യത്തെ പ്രഖ്യാപിച്ചു. അതിൻ്റെ അർത്ഥം അതിനു മുന്നേ ഈ തിരുനാളുണ്ടായിരുന്നതല്ല. പരിശുദ്ധമായ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത്
ആദ്യകാലം മുതലേ വിശ്വാസികൾ ഹൃദയത്തിൽ വെച്ച ഒരു ദൈവ സത്യമാണ്, ദിവ്യരഹസ്യമാണ്. അത് ഈസ്റ്റേൺ ചർച്ചിലായാലും വെസ്റ്റേൺ ചർച്ചിലായാലും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ പറ്റി എല്ലാവരും ആഘോഷിക്കുകയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നെങ്കിലും അതിൽ വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത് 1950-ലാണ്. ആ ഡോക്യുമെന്റിന്റെ പേരാണ് മുനിഫിസെന്റിസിമസ് ഡേയ്സ്. ആ ഡോക്യുമെന്റിലെ പയസ് വിശ്വാസ രഹസ്യത്തെ സത്യത്തെ എങ്ങനെയാണ് വിലയിരുത്തിയത്? ദി ഇമാക്കുലേറ്റ് മദർ ഓഫ് ഗോഡ്, ദി എവർ വെർജിൻ മേരി, having completed the course of earthly life, was received body and soul into heavenly glory. Hallelujah. 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 എന്തെന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? പരിശുദ്ധ അമ്മ जो ഇമാക്കുലേറ്റ് ആണ്, ദൈവത്തിന്റെ വിശേഷ കൃപകാരം മാതാവിനെ ആദിപാപം വിമർശിച്ചുകൊണ്ട് ദൈവം അവളെ സംരക്ഷിച്ചു. അതാണ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാണ്. പിന്നെ ദൈവരഹസ്യം ഇതാണ്, പാപം, മരണം. അത് പാപത്തിന്റെ എന്താ പറയുക, വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. പാപത്തിന്റെ ശമ്പളമായിട്ട് ആണ് മരണത്തെ ദൈവജനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഒരിക്കലും പാപം ചെയ്യാത്ത പരിശുദ്ധ അമ്മ എങ്ങനെയാണ് മരണത്തിന് കീഴ്പ്പെടുക? അതൊരിക്കലും സാധ്യമല്ല. പരിശുദ്ധമ്മ ആദ്യപാപം പരിശുദ്ധമയില്ല, ഒരു കന്യകയായിട്ട് ജീവിച്ചു. ഒരു പാപം ചെയ്യാതെ ജീവിച്ച ആൾക്ക് മരണം എങ്ങനെ വരാം? പിന്നെ പരിശുദ്ധമ്മയുടെ മകൻ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉദ്ധിതനായ ദൈവമാണ്. ഇന്നത്തെ പുസ്തക പ്രവർത്തനത്തിലുള്ള ആ വായനയിൽ നമുക്ക് കേട്ടതാണ് യേശുനാഥന്റെ സ്വർഗാരോഹണത്തെ പറ്റിയാണ് നമ്മൾ കേട്ടത്. മൃത്യുവിനെ തോൽപ്പിച്ചുകൊണ്ട് യേശുനാഥൻ ഉദ്ധിതനായി ശിക്ഷകന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം വീണ്ടും ശിക്ഷനോടൊത്ത് 40 ദിവസം ചെലവഴിച്ചു. അതിനുശേഷം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്ന രംഗമാണ് നമ്മൾ വായിച്ചത്. യേശുനാഥൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടെങ്കിൽ അവിടെയായിരിക്കും പരിശുദ്ധ അമ്മയുടെ സ്ഥാനം എന്ന് ആണ് നമ്മളെല്ലാം മനസ്സിലാക്കിയത്. നമ്മുടെ എല്ലാ വിശ്വാസവും അന്ന് തരും. പിന്നെ വേറെ വിശ്വാസ സത്യം ഇതാണ്, നമ്മൾ പരിശുദ്ധമ്മയെ വിളിക്കുന്ന പേരാണ് മേരി ഈസ് ദ മദർ ഓഫ് ഗോഡ്. പരിശുദ്ധമ്മ ദൈവത്തിന്റെ അമ്മയാണ്. അത് ഗ്രീക്കിൽ പറയുന്ന പേരാണ് തെയോട്ടോക്കോസ്. ഇതൊരു വലിയൊരു തിരുസഭയിലെ വിഭജനത്തിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ ഈ വിശ്വാസ രഹസ്യത്തെ പ്രഖ്യാപിച്ചപ്പോൾ കുറച്ചധികം പേരെ തിരുസഭയിൽ നിന്ന് അകന്നു പോകും. പക്ഷെ നമ്മുടെ വിശ്വാസ രഹസ്യത്തെ മുറുകി പിടിച്ചവർ, വിശ്വാസ രഹസ്യത്തെ എന്തുകൊണ്ടാണ് നമ്മൾ മുറുകി പിടിച്ചത്? പരിശുദ്ധ അമ്മ ജന്മം കൊടുത്ത യേശുനാഥനിലെ ദിവ്യത്വവും മനുഷ്യത്വവും രണ്ടുമുണ്ട്. ആ അമ്മ അതുകൊണ്ട് ദൈവത്തിന് ജന്മം നൽകിയ, പുത്രനായ ദൈവത്തിന് ജന്മം നൽകിയ അമ്മയാണ്. ഇതാണ് നമ്മുടെ വിശ്വാസ രഹസ്യം. അപ്പോൾ രണ്ടാമത്തെ ദൈവത്തിന്റെ അമ്മയ്ക്ക് എങ്ങനെ മരിക്കാനായിട്ട് സാധിക്കും? പിന്നെ ഈ പരിശുദ്ധ അമ്മ സ്വയം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതായിട്ട് നമ്മൾ പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ സ്വർഗ ആരോപണമാണ്, അസംശയം
ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധ അമ്മയിലൂടെയാണ് നമ്മൾ നൽകപ്പെട്ടതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ നമ്മൾ പറയുന്ന പരിശുദ്ധമ്മയുടെ ജനം, അസംഷൻ നമ്മൾ പറയുന്ന പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണം, ഇതിനിടയ്ക്കുള്ളൊരു ദൂരം പരിശുദ്ധമ്മ നടന്നു നീങ്ങിയിട്ടുണ്ട്. കർത്താവിൻ്റെ കുരിശ് തൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമ്മ നടന്നു നീങ്ങിയായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും ദിവ്യരഹസ്യങ്ങളും വേദനകളും പരിശുദ്ധമ്മ ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് കാൽവരി മലയിൽ കുരിശിൽ ചൂട്ടുനിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവിടെയാണ് യേശുനാഥൻ ആ അമ്മയെ നമുക്കായിട്ട് നിർത്തിയത്. നമ്മെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നതും ആ കുരിശിന്റെ ചുവട്ടിലാണ്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരിശുദ്ധ അമ്മയെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് തിരുവചനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം അതിനുള്ള ഉദാഹരണമാണ്. നമുക്കറിയാം, പരിശുദ്ധമ്മ ദൈവഭൂതന്റെ ആ സന്ദേശം ഏറ്റുവാങ്ങിക്കൊണ്ട് പരിശുദ്ധമ്മയ്ക്ക് മനസ്സിലായ അന്ന് തൻ്റെ കുടുംബനെ എലിസബത്ത് ഗർഭവതിയാണ്. ആ പരിശുദ്ധമ്മ എന്താണ് ചെയ്തത്? ആ അമ്മ എലിസബത്തിനെ സഹായിക്കാനായിട്ട്, ശുശ്രൂഷിക്കാനായിട്ട്, സേവിക്കാനായിട്ട് യൂദ നഗരിയിലേക്ക് നസറത്തിൽ നിന്നും ശീഘ്രതയിൽ നടന്നു വന്നതാണ് തിരുവചനത്തിൽ വായിക്കുക. വളരെ ദ്രുതിയിലെ അവിടേക്ക് എലിസബത്തിനെ സഹായിക്കാനായിട്ട്, ശുശ്രൂഷിക്കാനായിട്ട് കടന്നു ചെല്ലുന്ന അമ്മയെ കാണാനായിട്ട് നസറത്തിൽ നിന്നും യഹൂദയിലേക്കുള്ള ആ മറുപടിയിലേക്കുള്ള ദൂരം ചെറിയൊരു ദൂരമൊന്നല്ലായിരുന്നു. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കണം, കാണാനായിട്ട് സാധിക്കാം. അത് വലിയൊരു ദൂരം തന്നെയായിരുന്നു. more than 100 kilometers. നമുക്കറിയാം വിശുദ്ധ മാർഗ്ഗത്തിൽ കൂടിയാണ് പോയത്. പക്ഷെ നമുക്കറിയാം ദൈവത്തിൻ്റെ അമ്മ എൻ്റെ സഹായം എലിസബത്തിന് ആവശ്യപ്പെട്ട് കടന്നുകൊണ്ട് അവിടെ കടന്നു ചെല്ലുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ അനുഭവങ്ങൾ, അത്ഭുതങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മുടെ അനുവാദം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഒരു ഉദരത്തിൽ വളരെ സന്തോഷത്തോടെ ഇതൊക്കെയുള്ള ശിശു ആണത്തോടെ കുതിച്ചു ചാടിയതായിട്ട് നമ്മൾ വായിക്കും. കുതിച്ചാടിയത് എന്താണ്? കാരണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജനിക്കുന്നതിന് മുന്നേ സ്നാപയോനാനെ ലഭിച്ചു. സ്നാപയോനാൻ വിശദീകരിക്കപ്പെട്ടു. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ ആ എലിസബത്തിന്റെ ഭവനത്തിൽ നമ്മൾ കാണുന്നത്. കാനാൻ വിവാഹത്തിലെ പരിശുദ്ധമ്മ വിശുദ്ധ കണ്ടു ചെല്ലുമ്പോൾ അവിടുത്തെ അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വായിച്ചു കേട്ടതാണ്. വെള്ളത്തെ ആദ്യം കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതത്തിന് അതാണ്, കുടുംബത്തിന് വേണ്ടി വെള്ളം വീഞ്ഞാക്കി മാറ്റി. അതിനുശേഷം നമ്മളിന്ന് വായിച്ചു കേട്ട ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായന, അവിടെ നമ്മളിന്നായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അതിനുശേഷം അവരെല്ലാം തിരിച്ചു വന്നുകൊണ്ട് ആ മുറിയിൽ കയറി, എവിടെയാണ് വിശുദ്ധമല അർപ്പിച്ചത് യേശുനാഥ്, ആ മുറിയിൽ തന്നെ അവർ കയറിയിരുന്ന് അവിടെ പ്രാർത്ഥനയും ചെലവഴിച്ചു. അതാണ് യേശുനാഥോട് പറയുന്നത്, ഇപ്പോൾ യെരൂശലേം നഗരത്തിലൂടെ വേറെ ഒന്നിലേക്കും പോകരുത്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഞാൻ ചെയ്ത വാഗ്ദാനം ചെയ്ത ആത്മാവിനെ സ്വീകരിക്കും, ശക്തിയെ സ്വീകരിക്കും. അതിനുവേണ്ടി പരിശുദ്ധമാവരെല്ലാം അവരെല്ലാം ആ ഭവനത്തിലെ അവരെല്ലാം ഒരുക്കി. അവിടെയാണ് ബന്ധപ്പെട്ട ആ സുന്ദരത്തിൽ വിശുദ്ധാത്മാവ് സ്ത്രീകന്മാരുടെ മേലെ അവിടെ പെടുന്ന എല്ലാവരെയും ഇറങ്ങിയതായിട്ട് കാണുന്നു. തിരുസഭയുടെ ജനം എന്ന് നമ്മൾ ബന്ധപ്പെട്ട ആ സുന്ദരത്തെ പറ്റി ആ തിരുനാട്ടിൽ പറയാറുണ്ട്. നമുക്ക് പരിശുദ്ധ
യേശുനാഥൻ തരാൻ, പരിശുദ്ധാത്മാവൻ തരാൻ നമ്മൾ വളരെ വിശ്വാസത്തോടെ പരിശുദ്ധയുടെ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ കൃപ കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം എല്ലാം നമുക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഒരു നല്ല വിശ്വാസിയായിട്ട് യേശുനാഥനെ സാക്ഷ്യം വഹിക്കാനായിട്ട്, സുവിശേഷത്തെ സാക്ഷ്യം വഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് കുറച്ച് വിശ്വസിക്കാം. നമുക്കെല്ലാവർക്കും നമ്മുടെ ഈ പ്രയാസത്തിൽ, ഈ പരിശ്രമത്തിൽ യേശുനാഥൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ പേരിൽ തന്നെ ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. രണ്ടാമത്തെ ഹവ്വായ നിർമ്മല കന്യകെ റൂഹായുടെ ആവാസത്താൽ പരിശുദ്ധയാക്കിയ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കഷ്ടപ്പെടുന്നവർക്ക് പ്രത്യാശയുടെ തുറമുഖവും ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് അത്ഭുതകരമായ
പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നത്. അപ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ്. ഇവരെല്ലാവരും വാങ്ങി പാനം ചെയ്യുന്നു. ഞാൻ ഈ ജീവിതത്തിന്റെ നാമത്തിൽ ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. കർത്താവേ, നിന്റെ ദാസനിക്കാൻ കഴിയാത്ത അവന്റെ അനുഗ്രഹമാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. ഈ ജീവിതത്തിൽ ഞങ്ങളെ കൊണ്ടുവരണം. ഈ ഞങ്ങളുടെ വിശ്വാസം പോയവരെ സംരക്ഷിക്കുകയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും മാത്രമായ
Amen.
Amen.
മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ ദൈവകുമാരനു മാതാവേ. രക്ഷകനൂരിലംബികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാ നിർമ്മല മാതാവേ കരയില്ലാത്തൊരു കന്യകയെ നേർവഴി കാട്ടും ദീപശികെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയെ വിവേകമതിയാം കന്യകയെ വിസ്തുതയാം സുര കന്യകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ കാരുണ്യത്തിൻ നിലയനമേ. വിശ്വാസത്തിൻ നിറകുടമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നീതിജ്ഞാനത്തിൻ വേദികയെ മാനവനുത്സവനായികയെ ദൈവികമാം വനിനീർസുമമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ നിർമ്മലദന്ത ഗോപുരമേ പൊന്നിൻ പൂമണി മന്ദിരമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ വേളമേ സ്വർഗ്ഗലോകത്തിൻ വാരകമേ ആരോഗ്യം പകരും കരുണാസാഗരമേ ഭാവിക്കവലീനാശ്രയമേ. രുടെ രാജ്ഞി വന്ദഗതിരയുടെ രാജ്ഞി രക്താംഗിതരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി ഭാരത സഭയുടെ രാജ്ഞി അമലോത്ഭവയാം രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി സ്വർഗാരോപിതരാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദൈവത്തിന്മേഷമേ നാഥാ പ്രാർത്ഥന കേൾക്കണമേ. നാഥാ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷമേ നാഥാ ലോകത്തിൻ